ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +1 ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിലെ ആനന്ദിക്ക് ഫുൽച്ചെടിയാം എന്ന പാഠഭാഗത്തിലെ 2 കോൺവെർസേഷൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കി പഠിക്കാം. ഒരു ഡയറിയും ടേബിളും ഒരു കോൺവെർസേഷനുമാണ് എഴുതിയിരിക്കുന്നത്. നോക്കി ഡയറി വായിക്കാം. നോക്കിയിരിക്കുക. ലേഖകെ ഏക് ബാർ അപ്പനെ കാം സെ സംബന്ധ് മുംബൈ ജാ രഹാ ഥാ. ലേഖകൻ ഒരിക്കൽ, ഏക് ബാർ എന്ന് വെച്ചാൽ ഒരിക്കൽ അല്ലെ ഒരു പ്രാവശ്യം, അദ്ദേഹത്തിൻ്റെ ജോലിയോടെ അനുബന്ധിച്ച് മുംബൈയിലേക്ക് പോവുക ആയിരുന്നു. ഉസ് ദിൻ കെ ബാരെ മേ ഡയറി ലിഖേ. ആ ദിനത്തെ പറ്റിയുള്ള ഡയറി തയ്യാറാക്കുക. ആൻസർ എഴുതുമ്പോൾ ഡയറി എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫോമാറ്റ് നമുക്കറിയാം. ഡേറ്റും ഡേയും ആഡ് ചെയ്യണം. അതിനുശേഷം നോക്കി പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്, നോക്കുക. ആജ് കെ ദിൻമേ ഏക് ഘടന ഹുവ. ഇന്നത്തെ ദിനത്തിൽ ഒരു സംഭവം നടന്നു. മെയും അപ്പനെ കാം സെ സംബന്ധ മുംബൈ ജാ രഹാ ഥാ. ഞാൻ എൻ്റെ ജോലി സംബന്ധമായി മുംബൈയിലേക്ക് പോവുകയായിരുന്നു. ലഡായി കെ കാരൻ കമ്പനി നെ ഗാഡിയോം കി സംഖ്യ കം ദി. ലഡായി എന്ന് വെച്ചാൽ യുദ്ധം. യുദ്ധ കാരണം കമ്പനിയിൽ വണ്ടികളുടെ സംഖ്യ കമ്മായിരുന്നു, കുറവായിരുന്നു. ടിക്കറ്റ് ലേനെ കെ ലിയെ പഹുഞ്ചത്തെ സമയെ ടിക്കറ്റ് ബാബു ബഹത്ത് ഭീഡ് കെ കാരൻ പരേശാൻ ഥേ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എത്തിയ സമയത്തെ ടിക്കറ്റ് ബാബു ആ ഭീഡ് കാരണം, ജനക്കൂട്ടം കാരണം വളരെയധികം പരേശാൻ, വ്യാകുലപ്പെട്ടു. അടുത്ത നോക്കിയ ചോട്ടിക്ക് കിഡ്കീസെ അനേക ഹാത്തെ കുസ് രഹേദേ. ചെറിയ ജനൽ വഴി ഒരുപാട് ഹാത്ത്, കൈകളാണ് അകത്തേക്ക് കുസ്ന എന്ന് വെച്ചാൽ കടന്നുകൊണ്ടിരുന്നത്. നോക്കി അടുത്ത ലോകോംനെ ടിക്കറ്റ് ബാബു കോ പരിഹാസേ കർനെ ലഗേ. ജനങ്ങൾ ടിക്കറ്റ് ബാബുവിനെ പരിഹസിക്കാൻ തുടങ്ങി. മെയ്നെ മുസാഫിറോം സേ കഹ. ഞാൻ യാത്രക്കാരോട് പറഞ്ഞു. മുസാഫിർ യാത്രക്കാർ. സരാ ടഹരിയെ അല്പം തങ്ങിയാലും ബേച്ചാര ബാബു കിത്തന ഫംസ് രഹാ ഹേ. ആ പാവപ്പെട്ട ബാബു, ടിക്കറ്റ് ബാബു എത്രത്തോളം അകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഒന്ന് നിന്നാലും എന്ന് ഞാൻ പറഞ്ഞു. മേരാ ഛോട്ടാ സാ ശബ്ദേ ബാബുക്കോ നയി താക്കത്തെ ദിയ. എൻ്റെ ചെറിയ വാക്കുകൾ ആ ബാബുവിനെ, ടിക്കറ്റ് ബാബുവിനെ പുതിയ താക്കത്ത് എന്ന് വെച്ചാൽ ശക്തി ലഭിച്ചു. അടുത്ത നോക്കിയേ. ഇസ്കെ ബാദ് അതിനുശേഷം വേ അപ്പനെ കാം ജൽദി കരാനയ്ക്ക് ലിയെ ശുരു കിയ. അതിനുശേഷം അദ്ദേഹം അയാളുടെ ജോലി വേഗത്തിലാക്കാൻ ആരംഭിച്ചു. ഇസ്സേ ഹംകോ ഏക് സബക്ക് സിക്കാത്തി ഹേ. ഇതിൽ നിന്ന് നമുക്ക് ഒരു പാഠം പഠിക്കാം. ഹം ദൂസരോं के प्रति സഹാനുഭൂതി സേ വ്യവഹാർ കർണാ ചാഹിയെ. നമ്മൾ മറ്റുള്ളവരുടെ നേർക്ക് എന്ത് ചെയ്യണം? സഹാനുഭൂതിയോടെ, അനുകമ്പയോടെ പെരുമാറുക തന്നെ ചെയ്യണം. ഇത്ര എഴുതി കോളം വരച്ച് വേണം ഡയറി കൊടുക്കാൻ. നെക്സ്റ്റ് ഒരു ടേബിളാണ്, നോക്കിയിരിക്കുക. പാത്ര और ഘടന ഓങ്ക മിലൻ കരെ. കഥാപാത്രങ്ങളെ ഘടനാ സംഭവമായിട്ട് കൂട്ടിച്ചേർത്ത് എഴുതുക എന്ന്. ഘടന ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം നോക്കിയേ പാത്ര. അതിലെ ഫസ്റ്റ് നോക്കുക കോളം. ആം കി ഗുഡലിയ ബോന. മാവിൻ്റെ ബീജ് എന്ന് വെച്ചാൽ വിത്ത് വിതയ്ക്കുന്നു അല്ലെങ്കിൽ കുഴിച്ചിടുന്നു. അതാരാണ്? ബൂഢ ആദ്മി. അടുത്ത റെയിൽഗാഡി സെ ബീജ് ഫേങ്കിന. റെയിൽഗാഡിയിലൂടെ ബീജ് വിത്ത് എറിയുന്നത് സംഭ്രാന്ത മഹിള. നെക്സ്റ്റ് വിദ്യാർത്ഥി കി മദത് കർണ. മദത് എന്ന് വെച്ചാൽ സഹായം കൊടുത്തത് ആരാണ്? ഫ്രാങ്ക്ലിൻ. അടുത്ത യാത്രിയും കോ ടിക്കറ്റ് ദേന. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകിയത് ടിക്കറ്റ് ബാബു. അടുത്ത സുന്ദർ ലിപി മേൻ ലിഖിന ബാങ്ക് കാ ക്ലർക്ക്. സുന്ദര ലിപിയിലെ അക്ഷരത്തിൽ എഴുതിയത് ബാങ്കിലെ ക്ലർക്ക്. അടുത്ത കോൺവെർസേഷനാണ്, നോക്കിയിരിക്കണം. ലേഖകെ ബാങ്ക് മേ അപ്പനാ ഹിസാബ് ഖോൽനെ കെ ലിയെ ഗയ. ലേഖകൻ ബാങ്കിലെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോയി. വഹാം സെ ക്ലർക്ക് കി ഹസ്തലിപി ദേഖ. അവിടെ വച്ച് ക്ലർക്കിൻ്റെ ഹസ്തലിപി എന്ന് വെച്ചാൽ കയ്യക്ഷരം കണ്ടു. ഈ അവസരത്തെപ്പറ്റി ലേഖകനും ഭാര്യയുടെയും ഇടയിലുള്ള വാർത്താലാപ് ലിഖെ എഴുതുക എന്നാണ് ചോദ്യം. ആൻസർ നോക്കിയേ. ലേഖകെ അരേ സുമ സെര ദർവാസ് കോലിയെ. അരേ സുമ എന്ന ഭാര്യയെ വിളിക്കുന്നു. ലേശം ദർവാസ് കോലി എന്ന് വെച്ചാൽ ദർവാസെ ഡോർ തുറക്കാൻ. അത് കേട്ട ഭാര്യ ഹാം അതെ. അഭി ആയേഗ ഇപ്പോൾ വരാം. ക്യോം ഇത്തനി ദേരി ഹോ ഗയ. എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്? ലേഖകെ ബാങ്ക് മേ ഹിസാബ് ഖോൽനെ കെ ലിയെ ഗയ. ബാങ്കിലെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോയി. പത്നി ക്യാ ഹുവ. എന്ത് പറ്റി? ലേഖകെ വഹാം ഏക് വിചിത്ര ഘടന ഹുവ. അവിടെ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. പത്നി ക്യാ ഘടന. എന്ത് ഘടനാ സംഭവമാണ്? ലേഖകെ പാസ്ബുക്ക് മേ उसका लिपि देख कर मैम ने कहा दरअसल मैं बहुत अच्छा लिखता. നോക്കി പാസ്ബുക്കിലെ ഉസ്കാർ എന്ന് വെച്ചാൽ അയാളുടെ, അതായത് ക്ലർക്കിൻ്റെ ലിപി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ദറസൽ വാസ്തവത്തിൽ ഇത് വളരെ നന്നായിരിക്കുന്നു എന്ന്. അത് കേട്ട് ഭാര്യ ഹാം ഫിർ പിന്നെയോ
യഹ് സുൻകരെ ഉസ്നെ കഹാ, അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, മാനേജർ സാഹബും ഫി താരിഫ് എന്ന് വെച്ചാൽ പ്രശംസ, മാനേജർ സാഹബും എന്നെ പ്രശംസിച്ചിട്ടുണ്ട് അല്ലേ. ഹൈസ്കൂൾ മേ ഹസ്തലിപി കോ ഇനാം ഫി മിലാദ, ഹൈസ്കൂളിൽ വെച്ച് ഹസ്തലിപി കൈയക്ഷരത്തിന് ഇനാം സമ്മാനവും കിട്ടിയിട്ടുണ്ട്. പത്നി ആപ്കാ ശബ്ദ ഉസ്കോ പ്രഭാവപ്പെടാ ഥാ, താങ്കളുടെ ശബ്ദം അയാൾക്ക് സ്വാധീനം ഉണ്ടാക്കിയോ. അതെ, ഹാം അതെ. ഉസ്കാ ചേഹന ആനന്ദ് സേ ഭര, അദ്ദേഹത്തിൻ്റെ മുഖം ആനന്ദം കൊണ്ട് നിറഞ്ഞു. പത്നി ആപ്കാ വചൻ ഉസ്കോ കാം കർനെ കെ ലിയെ ഉത്സാഹ് ഭി മിൽത്താ ഥാ, അതായത് താങ്കളുടെ വാക്കുകളെ അദ്ദേഹത്തിന് ജോലി ചെയ്യുവാൻ വേണ്ടി ഉത്സാഹം കിട്ടുകയും ചെയ്തു. അത് കേട്ട് ലേഖകൻ ടേക്ക് ഹേ ശരിയെന്നു. നമ്മൾ ആ പാഠഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യാൻസേഴ്സും പഠിച്ചു. കോൺവെർസേഷൻ്റെ പാഠമാണ്, ഓർത്ത് വെച്ചേക്കണം. ഡയറിയും ചോദിച്ചാൽ കൊള്ളാം. എല്ലാ ക്വസ്റ്റ്യാൻസേഴ്സും തന്നു. 1 വേർഡ് ക്വസ്റ്റ്യൻ അതിനകത്ത് നിന്ന് എഴുതുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠം പഠിക്കാം. പത്രയ്ക്ക് ബെഞ്ചാണ് ഇനിയുള്ളത്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.